ദമ്പതിമാരിൽ രണ്ടുപേർക്കും നല്ല വൈകാരിക പക്വത വേണം. എങ്കിലേ കണ്ടറിഞ്ഞ് ഉചിതമായി പ്രവർത്തിക്കാനാകൂ. ലൈംഗികതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സ്നേഹമെന്ന വികാരത്തെ ഉണർത്താനും ലാളന കൊണ്ടും പരിഗണന കൊണ്ടും പങ്കാളിയിൽ സുരക്ഷിതത്വ ബോധം സൃഷ്ടിച്ച് സന്തോഷകരമായ ലൈംഗികതയിലേക്ക് കടക്കാനും നല്ല വൈകാരിക പക്വതയുള്ളവർക്ക് സാധിക്കും. വിജയകരമായ ലൈംഗിക ജീവിതത്തിൽ വൈകാരിക പക്വതയ്ക്ക് വളരെയധികം പ്രാധാന്യമാണ് ഉള്ളത്. ആക്റ്റീവ് സെക്സിന് വേണ്ട രണ്ടാമത്തെ പ്രധാന ഘടകം വൈകാരിക പക്വതയാണ് എന്ന് പറയാം. വൈകാരിക പക്വത എന്നാൽ വികാരങ്ങളെ വേണ്ട രീതിയിൽ അനുഭവിക്കാനും പ്രകടിപ്പിക്കുവാനുള്ള കഴിവാണ്. മറ്റുള്ളവരുടെ വികാരങ്ങളെ തിരിച്ചറിയാനും അതനുസരിച്ച് പെരുമാറാനുള്ള കഴിവ് എന്നിവയാണിത്. ഒരു വ്യക്തിയുടെ വികാരബുദ്ധി ആണ് ആ വ്യക്തിക്ക് തൻ്റെ വികാരങ്ങളെ വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് പ്രകടിപ്പിക്കാനുള്ള കഴിവ് നൽകുന്നത്. ലൈംഗികത ഒരു വികാരമായതിനാൽ ഒരു വ്യക്തിയുടെ വൈകാരിക ബുദ്ധി അഥവാ പക്വത അനുസരിച്ചായിരിക്കും ആ വ്യക്തി തൻ്റെ ലൈംഗികത പ്രകടിപ്പിക്കുന്നതും ആസ്വദിക്കുന്നതും. ദമ്പതിമാർ രണ്ടുപേർക്കും നല്ല വൈകാരിക പക്വത വേണം. എങ്കിലേ കണ്ടറിഞ്ഞ് ഉചിതമായി പ്രവർത്തിക്കാനാകും. ലൈംഗികതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സ്നേഹമെന്ന വികാരത്തെ ഉണർത്താനും ലാളന കൊണ്ടും പരിഗണന കൊണ്ടും പങ്കാളിയിൽ സുരക്ഷിതത്വ ബോധം സൃഷ്ടിച്ച് സന്തോഷകരമായ ലൈംഗികതയിലേക്ക് കടക്കാനും നല്ല വൈകാരിക പക്വതയുള്ളവർക്ക് സാധിക്കും. ലൈംഗികത സ്നേഹമെന്ന വികാരത്തിൻ്റെ ഭാഗമാകുന്നത് കൊണ്ട് ദമ്പതികൾക്കിടയിൽ ചെറിയ അപസ്വരങ്ങൾ പോലും രതിസുഖത്തിന് തടസ്സം നിൽക്കുന്നത്. നല്ല വൈകാരിക പക്വതയുള്ള ദമ്പതികൾ പങ്കാളിയെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്നു മാത്രമല്ല ജീവിതത്തിലെ വ്യത്യസ്ത സാഹചര്യങ്ങളോട് വേഗത്തിൽ പൊരുത്തപ്പെടാനും ദമ്പതികൾ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ എളുപ്പം പരിഹരിക്കുവാനുമാകും. സന്തോഷകരമായ ലൈംഗികതയ്ക്ക് വേണ്ട അടുത്ത ഘടകം എന്താണെന്ന് വെച്ചാൽ ദാമ്പത്യ പൊരുത്തമാണ്. ജാതക പൊരുത്തത്തിനേക്കാളും ഉയർന്നു നിൽക്കുന്നു ദാമ്പത്യ പൊരുത്തം. ബാഹ്യവും സാമ്പത്തികമായ പൊരുത്തത്തിലുപരി ആന്തരികവും മാനസികമായ പൊരുത്തമാണ് നല്ല ലൈംഗികതയ്ക്ക് വേണ്ടത്. പങ്കാളിയുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിവുള്ള വ്യക്തിക്ക് നല്ല ലൈംഗികത കാഴ്ചവെക്കാനാകും. എന്നാൽ പെട്ടെന്നുള്ള പ്രതികരണങ്ങൾ, ആലോചിക്കാതെയുള്ള എടുത്തുചാട്ടങ്ങൾ എന്നിവ ബന്ധപ്പെടലിനെ സാരമായി ബാധിക്കും. പങ്കാളിയുടെ വൈകാരിക നിലയും സാഹചര്യങ്ങളും നോക്കാതെയുള്ള പ്രതികരണങ്ങളാണ് പലപ്പോഴും ദമ്പതികൾ തമ്മിലുള്ള വഴക്കിലേക്ക് നയിക്കുന്നത്. പങ്കാളിയുടെ സ്വരത്തിൽ നിന്നും മുഖത്തു നിന്നും അവരുടെ ഭാവം തിരിച്ചറിയാനുള്ള കഴിവ്, പങ്കാളി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് എന്നിവയെല്ലാം ആഴമേറിയ നല്ല സ്നേഹബന്ധങ്ങളിൽ കാണാവുന്ന പ്രത്യേകതകളാണ്. നല്ല ദാമ്പത്യ പൊരുത്തമുള്ള വ്യക്തികളിലാണ് ആഴമേറിയ സ്നേഹബന്ധം പ്രകടമാകുന്നത്. ആഴമുള്ള സ്നേഹത്തിനുടമകളായ ദമ്പതികൾക്കാണ് നല്ല ലൈംഗികതയും രതിമൂർച്ചയും അനുഭവിക്കാവുന്നത്. ഭർത്തൃബന്ധത്തിൻ്റെ അടിസ്ഥാനം പരസ്പരമുള്ള സ്നേഹമാണ്. ഈ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഉപാധിയാവട്ടെ ലൈംഗികതയും. ലൈംഗികതയിലൂടെയാണ് ഭാര്യ ഭർത്താക്കന്മാർ ഒന്നാവുന്നത്. ഒരേ ശരീരവും ഒരേ മനസ്സുമായി നാം ഒന്ന് എന്ന ബോധത്തിലേക്ക് വളരാൻ ലൈംഗികത ദമ്പതിമാരെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അങ്ങനെ ശരീരവും മനസ്സും ഒന്നാകുമ്പോൾ ലഭിക്കുന്ന അനുഭവമാണ് രതിമൂർച്ച എന്ന് പറയാം. സ്നേഹത്തിൻ്റെ അങ്ങേ അറ്റമാണ് അത്. രതിമൂർച്ചയ്ക്ക് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഐക്യം വളരെ പ്രധാനമാണ്. ഈ ഐക്യത്തിൻ്റെ അടിസ്ഥാനം പരസ്പരമുള്ള സ്നേഹമാണ്. അതുകൊണ്ടാണ് ആഴമേറിയ സ്നേഹബന്ധമുണ്ടെങ്കിലേ ദമ്പതികൾക്കിടയിൽ ലൈംഗികത നടക്കുകയുള്ളൂ എന്ന് പറയുന്നത്. അല്ലാത്ത പക്ഷം എല്ലാം ഒരു തരം കാണിച്ചു കൂട്ടലാകും. പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ ഒരു തരം വഴങ്ങിക്കൊടുക്കൽ. അതിൽ പങ്കാളികൾ ഇരുവരും സംതൃപ്തരായി എന്ന് വരില്ല. ദാമ്പത്യത്തിൽ ലൈംഗികത നിലനിർത്തുവാൻ ദമ്പതികൾ തന്നെ മുൻകൈ എടുക്കണം. സ്ഥിരമായി ലൈംഗികതയിൽ ഏർപ്പെടുന്നതാണ് ഇതിനൊരു വഴിവഴി. ഇങ്ങനെ സ്ഥിരമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ദമ്പതികളിൽ ആഴമേറിയ സ്നേഹബന്ധങ്ങൾ ഉടലെടുക്കുന്നതായി ചില പഠനങ്ങൾ പറയുന്നുണ്ട്. ശരാശരി കണക്കനുസരിച്ച് ഭാര്യ ഭർത്താക്കന്മാർ ആഴ്ചയിൽ 3-4 തവണ ബന്ധപ്പെടുന്നതാണ് കണ്ടുവരുന്നത്. എന്നാൽ ആഴ്ചയിൽ 5 തവണ വരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പങ്കാളികൾ തമ്മിലുള്ള സ്നേഹബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ആധുനിക പഠനങ്ങൾ പറയുന്നുണ്ട്. ഇണകൾക്കിടയിലെ സ്നേഹബന്ധം ശക്തിപ്പെടാൻ ഇത്രയേറെ ശേഷിയുള്ള പ്രവൃത്തി വേറെ ഇല്ലതാണ്. അതിനാൽ മടിയും ക്ഷീണവുമെല്ലാം മാറ്റിവെച്ച് ലൈംഗികതയിൽ കൂടുതൽ താല്പര്യമെടുക്കാൻ ഓരോ ദമ്പതികളും ശ്രദ്ധിക്കണം. ലൈംഗികതയെ ക്രിയാത്മകമായി
പുതുക്കാനുള്ള ശ്രമങ്ങൾ ദമ്പതികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ലൈംഗികതയെ ഹൃദ്യമാക്കുന്നതും ആഹ്ലാദഭരിതമാക്കുന്നതും അതിലെ പുതുമകളാണ്. ഇല്ലെങ്കിൽ അത് വിരസതയേറും. വിരസത മൂലം ലൈംഗികത ആസ്വദിക്കാത്തവരും ലൈംഗികതയിൽ ഏർപ്പെടാത്തവരും രതിസുഖം ആസ്വദിക്കാത്തവരും ഏറെയുണ്ട്. ലൈംഗികതയിൽ ഭാവനയും പുതുമകളും കടന്നു വരുമ്പോഴാണ് അത് കൂടുതൽ ആസ്വാദ്യകരമായി തീരുന്നത്. വൈവിധ്യത്തിൻ്റെ അനന്ത സാധ്യതകളുള്ളതാണ് രതി എന്ന് ഓരോ ദമ്പതികളും തിരിച്ചറിയണം. ദമ്പതികൾക്ക് ഇരുവർക്കും സമ്മതവും താല്പര്യവും ഉണ്ടെങ്കിൽ പുതിയ രീതിയിൽ ലൈംഗികതയിൽ പരീക്ഷിക്കാവുന്നതാണ്. ലൈംഗികതയിൽ പുതുമകൾ പരീക്ഷിക്കാനും തയ്യാറെടുപ്പുകൾ നടത്താനും ദമ്പതികൾ തയ്യാറാകുമ്പോൾ അത് സ്നേഹത്തിൻ്റെ പുതിയ ഒരു നീലാകാശം ദമ്പതിമാർക്ക് മുന്നിൽ വിടറും. ലൈംഗികതയുടെ കാര്യത്തിൽ ദമ്പതികൾ ഇരുവർക്കും ഒരേ ഉത്തരവാദിത്വമാണുള്ളത്. തൻ്റെ പങ്കാളി ആദ്യം താല്പര്യം എടുക്കട്ടെ എന്ന പഴഞ്ചൻ രീതി മാറ്റണം. ലൈംഗികതയ്ക്കായി ദമ്പതികൾ ബോധപൂർവം സമയം കണ്ടെത്തണം. കുടുംബജീവിതത്തിലെയും ഓഫീസിലെയും പ്രശ്നങ്ങൾ ഇടപ്പറയിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ രണ്ടുപേരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അനാവശ്യമായ ആദികൾ ഒഴിവാക്കി അമിത പ്രതീക്ഷകൾ ഇല്ലാതെ ശാന്തമായി ആഹ്ലാദത്തോടെ ലൈംഗികതയിൽ ഏർപ്പെടണം. അപ്പോൾ ലൈംഗികത കൂടുതൽ ആസ്വാദ്യകരമാകും.